ഹലോ ഡിയർ ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ഹിസ്റ്ററിയും ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സാഞ്ചി സ്തൂപവുമായി ബന്ധപ്പെട്ടാണ്. കാരണം സാഞ്ചി സ്തൂപം ന്യൂസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാഞ്ചി ബിക്കെയിം ഇന്ത്യസ് ഫസ്റ്റ് സോളാർ സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി ആയിട്ട് സാഞ്ചി മാറിയിരിക്കുകയാണ്. അപ്പോൾ സാഞ്ചി എന്ന് പറയുന്ന സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് റീസെൻ്റ്ലി. അങ്ങനെ സാഞ്ചിയെക്കുറിച്ച് ന്യൂസിൽ വളരെ തവണ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാഞ്ചിയിലെ സ്തൂപ കോംപ്ലക്സ്, സാഞ്ചി സ്തൂപത്തിനെ കുറിച്ചും ആ സ്തൂപ കോംപ്ലക്സിനെ കുറിച്ചും കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസുകൾ റീസെൻ്റ്ലി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ടൊരു ചോദ്യം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം, സാഞ്ചി സ്തൂപ അല്ലെങ്കിൽ സാഞ്ചി സ്തൂപ കോംപ്ലക്സുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സാഞ്ചി സ്തൂപത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. The Great Stupa at Sanchi is one of the oldest stone structures in India and an important monument of Indian architecture. ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സാഞ്ചി സ്തൂപത്തിനെ കുറിച്ച് പഠിക്കുക. സാഞ്ചി സ്തൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്തൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധമതത്തിലെ ബുദ്ധൻ്റെ മറ്റ് ഡിസൈപ്പിൾസിൻ്റെയും ഒക്കെ ഭൗതിക അവശേഷിപ്പുകൾ, റെലിക്സിൻ്റെ മുകളിൽ പണിത് വെച്ചിട്ടുള്ള ആ മോണുമെൻസിനെയാണ് നമ്മൾ സ്തൂപ എന്ന് വിളിക്കുക. അപ്പോൾ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സ്തൂപത്തിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. എന്നാൽ സ്തൂപം എന്ന് പറയുന്നത് ആക്ച്വലി ബുദ്ധിസം ഒറിജിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ സ്തൂപ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ബുദ്ധിസവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെയും നമ്മൾ നോക്കുന്ന സാഞ്ചി സ്തൂപ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു സ്തൂപയാണ്. അപ്പം ബുദ്ധൻ്റെ റെലിക്സിന് മുകളിൽ പണിതുയർത്തിയിട്ടുള്ള ഒരു സ്തൂപമാണ് ദ ഗ്രേറ്റ് സ്തൂപ അറ്റ് സാഞ്ചി. സാഞ്ചിയിലെ ഗ്രേറ്റ് സ്തൂപ എന്ന് പറയുന്നത്. സാഞ്ചിയിൽ സ്തൂപ കോംപ്ലക്സ് ഉണ്ട്. ഈ ഗ്രേറ്റ് സ്തൂപയല്ലാതെ മറ്റ് അഡ്ജസൻ്റ് ഏരിയാസിലും അതിൻ്റെ നിയർ ബൈ ഏരിയാസിൽ നിന്ന് മറ്റ് സ്തൂപങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്തൂപയെക്കുറിച്ചും അതിലെ റെലിക്സ് ആരുടെയാണെന്നും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ന്യൂസിൽ റീസെൻ്റ്ലി വന്നിരുന്നു. അതും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സാഞ്ചിയിലെ ആ സ്തൂപം എന്ന് പറയുന്നത് ഇന്ത്യൻ ആർക്കിടെക്ചറിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏൻഷ്യൻ മോണുമെൻ്റ് ആയിട്ടാണ് നമ്മൾ കരുതുക. ആൻഡ് ഇറ്റ് വാസ് ഒറിജിനലി കമ്മീഷൻഡ് ബൈ ദ മൗര്യൻ എംപറർ അശോക ദ ഗ്രേറ്റ് ഇൻ ദ 3rd century BC. BC 3-ാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന നമ്മുടെ അശോക ദ ഗ്രേറ്റ് ആണ് ആക്ച്വലി ഈ സാഞ്ചിയിലെ ഗ്രേറ്റ് സ്തൂപ നിർമ്മിച്ചത്. അതിന് പിന്നിൽ ചരിത്രപരമായ ചില വസ്തുതകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വൈഫ് ദേവി എന്നായിരുന്നു ആ വൈഫിൻ്റെ പേര്. ആ വൈഫ് ജനിച്ചത് ആക്ച്വലി സാഞ്ചിയിലാണ്. അതുപോലെ തന്നെ അശോക ചക്രവർത്തിയും ദേവിയും തമ്മിലുള്ള മാരേജ് നടന്നതും സാഞ്ചിയിൽ വെച്ചാണെന്നാണ് പറയപ്പെടുക. അങ്ങനെ സാഞ്ചി അശോകനെ സംബന്ധിച്ച് ഒരു ഫേവററ്റ് പ്ലേസ് ആയിരുന്നു. അങ്ങനെ സാഞ്ചിയിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഒരു ഗ്രേറ്റ് സ്തൂപ പണിതു. അതാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഗ്രേറ്റ് സ്തൂപ അറ്റ് സാഞ്ചി എന്ന് നമ്മൾ പറയുന്നത്. ദ ന്യൂക്ലിയസ് വാസ് എ സിമ്പിൾ ഹെമിസ്പെറിക്കൽ ബ്രിക്ക് സ്ട്രക്ചർ. ഹെമിസ്പെറിക്കൽ ആയിട്ടുള്ളൊരു ബ്രിക്ക് സ്ട്രക്ചറാണ് ഇതിൻ്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ആ അടിഭാഗം എന്ന് പറയുന്നത്. ഓവർ ദ ലേക്സ് ഓഫ് ബുദ്ധൻ്റെ ലേക്സിൻ്റെ മുകളിലാണ് ഈ സ്ട്രക്ചർ പണിതിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് ക്രൗൺഡ് ബൈ ദ ഛത്ര. ഛത്ര എന്ന് പറഞ്ഞാൽ കുട എന്ന അർത്ഥം. അതായത് ആ മോണുമെന്റിന്റെ മുകളിൽ ഒരു കുട പോലത്തെ ഒരു സ്ട്രക്ചർ കൂടിയുണ്ട്. ഛത്ര മീനിങ് അംബ്രല്ല. അംബ്രല്ല എന്നാണ് ഛത്രയുടെ മീനിങ് വരുന്നത്. ഇറ്റ് ഈസ് ആൻ ഓസ്പീഷ്യസ് സിംബൽ ഇൻ ഹിന്ദുയിസം, ജൈനിസം ആൻഡ് ബുദ്ധിസം. അപ്പോൾ ഇവിടെ നമ്മൾ ബുദ്ധിസ്റ്റ് സ്തൂപയെ കുറിച്ചാണ് പറയുക. സാഞ്ചിയിലെ സ്തൂപത്തിന്റെ മുകളിൽ ഛത്രയുണ്ട്, അല്ലെങ്കിൽ ഒരു അംബ്രല്ല ലൈക്ക് സ്ട്രക്ചർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ബുദ്ധിസത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. UPSC അങ്ങനെയും ചിലപ്പം ചോദിക്കും, അത് ബുദ്ധിസത്തിൽ മാത്രമാണ് കാണുന്നത്. അല്ല, ഛത്ര ഈസ് ആൻ ഓസ്പീഷ്യസ് സിംബൽ ഇൻ ഹിന്ദുയിസം, ജൈനിസം ആൻഡ് ബുദ്ധിസം. ബുദ്ധിസത്തിൽ മാത്രമല്ല, ഹിന്ദുയിസത്തിലും ജൈനിസത്തിലും എന്തുണ്ട്, ഈ ഛത്ര അല്ലെങ്കിൽ അംബ്രല്ല ലൈക്ക് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇവിടെ സാഞ്ചി സ്തൂപത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹെമിസ്പെറിക്കൽ ബ്രിക്ക് സ്ട്രക്ചർ ആണ്. അതിൻ്റെ മുകളിലായിട്ട് അത് ക്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കിരീടം പോലെ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു അംബ്രല്ല ലൈക്ക് സ്ട്രക്ചർ. അതിനാണ് ഛത്ര എന്ന് പറയുക. ഛത്രയുണ്ട്. അപ്പോൾ പിക്ചറൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. ഇനി ഈ സാഞ്ചിയിലെ ഗ്രേറ്റ് സ്തൂപ മാത്രമല്ല, സാഞ്ചി എന്ന് പറയുന്നത് ഒരു സ്തൂപ കോംപ്ലക്സ് തന്നെയാണ്. അതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ സാഞ്ചിയിലെ ആ ഗ്രേറ്റ് സ്തൂപ കൂടാതെ അവിടെ നിന്ന് ഫ്യൂ കിലോമീറ്റേഴ്സ്,
കുറച്ച് കിലോമീറ്ററുകൾക്കുള്ളിലായിട്ട് ഒരുപാട് സ്തൂപങ്ങൾ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ കണ്ടെടുത്തിട്ടുള്ള അല്ലെങ്കിൽ സാഞ്ചിയിലെ സ്തൂപ കോംപ്ലക്സിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സ്തൂപയാണ് ദ സാക്രഡ് റിലിക്സ് ഓഫ് അർഹന്ത് സാരിപുത്ര ആൻഡ് അർഹന്ത് മഹാമൊഗല്യ സ്തൂപ. അതായത് ശാരിപുത്രൻ എന്നും മഹാമൊഗല്യൻ എന്നും അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളുടെ റിലിക്സിന് മുകളിൽ പണിതുയർത്തിയ സ്തൂപവും കണ്ടെടുത്തിട്ടുണ്ട്. അതും ഈ സ്തൂപ കോംപ്ലക്സിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്തൂപയാണ്. അപ്പൊ ഗ്രേറ്റ് സ്തൂപ ബുദ്ധന്റെ റിലിക്സിന് മുകളിലാണ് പണിതിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന മറ്റൊരു സ്തൂപത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഈ സ്തൂപ സാരിപുത്രയുടെയും മഹാമൊഗല്യന്റെയും റിലിക്സിന്റെ മുകളിൽ പടുത്തുയർത്തിയിട്ടുള്ള മറ്റൊരു സ്തൂപമാണ്. ഇതും നമ്മുടെ ഈ സാഞ്ചി സ്തൂപ കോംപ്ലക്സിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. കുറേ സ്തൂപങ്ങൾ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഗ്രേറ്റ് സ്തൂപം മാത്രമല്ല, വേറെയും കുറേ സ്തൂപങ്ങൾ നമ്മൾ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ശാരിപുത്രയുടെയും മഹാമൊഗലിൻ്റെയും റിലിക്സിന്റെ മുകളിൽ പണിതിട്ടുള്ള സ്തൂപ. അപ്പോൾ അർഹന്ത് സാരിപുത്ര, അർഹന്റ് മഹാമൊഗല്യൻ എന്നാണ് ഞാനിവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അർഹന്റ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ശാരിപുത്രനും മൊഗല്ലനും ആരാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ശാരിപുത്ര ആൻഡ് മൊഗല്ലാന, ഓൾസോ കാൾഡ് മഹാമൊഗല്യൻ, വേർ ദ ടു ചീഫ് ഡിസൈപ്പിൾസ് ഓഫ് ദ ബുദ്ധ, ഓഫൻ സ്റ്റൈൽഡ് ആസ് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഡിസൈപ്പിൾസ് ഓഫ് ബുദ്ധ റെസ്പെക്റ്റീവ്ലി. ബുദ്ധന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ഡിസൈപ്പിൾസ് ആയിരുന്നു ശാരിപുത്രയും മൊഗല്ലാനയും. ബുദ്ധന്റെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ആണെന്നാണ് അറിയപ്പെടുക. അപ്പോൾ അവർ മരിച്ചപ്പോൾ അവരുടെ റിലിക്സിന് മുകളിൽ പണിതുയർത്തിയ ഒരു സ്തൂപം കൂടി ഈ സാഞ്ചി സ്തൂപ കോംപ്ലക്സിന്റെ അകത്തുണ്ട്. ഇത് ന്യൂസിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു അർഹൻ ശാരിപുത്ര ആൻഡ് അർഹൻ മഹാമൊഗല്യൻ എന്നാണ് പറഞ്ഞത്. അർഹൻ എന്ന് പറയുന്നത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ്. എന്താണെന്ന് മനസ്സിലാക്കുക. ഇൻ ബുദ്ധിസം ആൻ അർഹൻ ഓർ അരഹൻ ഈസ് one who has gained insight into the true nature of existence and has achieved nirvana. അപ്പോൾ നിർവാണ അച്ചീവ് ചെയ്ത ആളുകളെയാണ് അർഹന്റ് എന്ന് പറയുക. ബുദ്ധിസത്തെ സംബന്ധിച്ച് നിർവാണ ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിൽ തന്നെ നേടാൻ കഴിയും. ഹിന്ദുയിസത്തിൽ നമ്മൾ മോക്ഷം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ, ഒരു ഹെവൻലി ഫീലിംഗ്, നമ്മുടെ മനസ്സിനെ ഹെവൻലി ഫീലിങ്സിൽ ഇരുത്താൻ പറ്റുന്ന അവസ്ഥയ്ക്കാണ് നിർവാണ എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധിസം മറ്റ് റിലീജിയൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആഫ്റ്റർ ഡെത്ത് അല്ല നിർവാണ. ഒരു വ്യക്തിക്ക് ഹിസ് ഓൺ ലൈഫ് ടൈമിൽ തന്നെ അവൻ്റെ ജീവിതം ജീവിക്കുന്ന സമയത്ത് തന്നെ അവന് നിർവാണ അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നാണ് ബുദ്ധിസത്തിൽ പറയുക. ബാക്കിയുള്ള മതങ്ങളിലേക്ക് വരുമ്പോൾ നിർവാണ അല്ലെങ്കിൽ മോക്ഷം എന്നൊക്കെ പറയുന്നത് ആഫ്റ്റർ ഡെത്ത് ആണ്, മരണത്തിന് ശേഷം നേടുന്നൊരു അവസ്ഥയാണ്. നമ്മൾ സ്വർഗത്തിൽ പോവുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ മരണത്തിന് ശേഷമാണ്. പക്ഷേ ആ ഹെവൻലി ഫീലിംഗ് ഇവിടെ ജീവിക്കുന്ന സമയത്ത് തന്നെ അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഫിലോസഫിയിലാണ് ബുദ്ധിസം മുന്നോട്ട് പോവുക. അപ്പോൾ നിർവാണ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധിസത്തെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ലൈഫിൽ തന്നെ മരണം വരെ പോകണ്ട, അതിന് മുമ്പ് ലൈഫ് ജീവിക്കുന്ന സമയത്ത് തന്നെ നിർവാണ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയുള്ള ആളുകൾ അവർക്കൊരു പ്രത്യേകത കൊണ്ടുണ്ട്. ആൻഡ് ലിബറേറ്റഡ് ഫ്രം ദ എൻഡ്ലെസ് സൈക്കിൾ ഓഫ് റീബർത്ത്. ബുദ്ധിസം അടക്കം ഇന്ത്യയിലെ ഒട്ടുമിക്ക മതങ്ങളും റീബർത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ബുദ്ധിസത്തിലും റീബർത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ നിർവാണ അറ്റൈൻ ചെയ്യാൻ പറ്റിയാൽ അവർക്ക് പിന്നെ റീബർത്തിൻ്റെ ആവശ്യമില്ല, അവർ റീബർത്ത് എടുക്കേണ്ടി വരികയില്ല, അല്ലെങ്കിൽ ആ റീബർത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് അവർ ലിബറേറ്റഡ് ആകുമെന്നാണ് ബുദ്ധിസം പറയുക. അപ്പോൾ അർഹൻ സാരിപുത്ര ആൻഡ് അർഹൻ മഹാമൊഗല്യൻ എന്ന് പറയുന്നത് അവർ നിർവാണ അറ്റൈൻ ചെയ്ത രണ്ട് വ്യക്തികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബുദ്ധിസ്റ്റ് ഫിലോസഫി അല്ലെങ്കിൽ ബുദ്ധമതം പ്രകാരം അവർ റീബർത്തിൽ നിന്ന് ലിബറേറ്റഡ് ആയിട്ടുള്ളവരാണ്. അപ്പം അത്രയും വലിയ വിശുദ്ധന്മാരായിട്ട് കൺസിഡർ ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് അവർ. അതുകൊണ്ടാണ് അവരുടെ റിലിക്സിന്റെ മുകളിലും അവിടെ സ്തൂപം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്തൂപവും സാഞ്ചി കോംപ്ലക്സിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്, അതും ന്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടി ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. കീപ് ഗോയിങ്. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.